അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്ത് ലുഖ്മാനിലെ തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം എന്ന ആയത്തുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അവിടെ ആയത്ത് നാല് തരത്തിലായിട്ട് പണ്ഡിതന്മാര് വ്യാഖ്യാനിക്കുന്നു എന്ന വിഷയമാണ് അവസാനമായിട്ട് നമ്മൾ സൂചിപ്പിച്ചത്. ഒന്ന് ഈ പ്രപഞ്ചമാണ്, മറ്റൊന്ന് പ്രവാചകന്മാര് അവരുടെ നുബൂവത്തിനെ ബോധ്യപ്പെടുത്താൻ പ്രകടിപ്പിക്കുന്ന അള്ളാഹുവിന്റെ പ്രത്യേക ഇടപെടലിലൂടെ പ്രകടിപ്പിക്കുന്ന അവരുടെ ദൃഷ്ടാന്തങ്ങളാണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായി പ്രവാചകനിലേക്ക് അവതരിപ്പിക്കുന്ന വഹീനെ തന്നെ ദൃഷ്ടാന്തമായി ആയത്തായി അള്ളാഹു പരിചയപ്പെടുത്തുന്നു. നാലാമത്തത്, ഇത് കൈകാര്യം ചെയ്യുന്ന മനുഷ്യൻ തന്നെ അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമായി അവനെ ബോധ്യപ്പെട്ട് അവനിലൂടെ ചിന്തിച്ച് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ ബോധ്യപ്പെടാനുള്ള അടയാളമായി മനുഷ്യനെ തന്നെ അള്ളാഹു ദൃഷ്ടാന്തമായി അവന്റെ മുമ്പിൽ വെക്കുന്നു. ഇങ്ങനെ നാല് അടയാളങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. അപ്പോ അള്ളാഹുവിലേക്കുള്ള ഹൃദയ സഞ്ചാരത്തിന് മുന്നോടിയായി മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കണമെന്ന് നിരന്തരം അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ചിന്തയെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ പഠന ഗവേഷണങ്ങളെ മുഴുവനും കൊണ്ടുപോകുന്നുണ്ട് അള്ളാഹു. ചില മനുഷ്യർക്ക് അവരുടെ ഭൗതിക താല്പര്യങ്ങളുടെ തേട്ടമായി പ്രവാചകന്മാരെ അവർ നിരാകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യമായി വീണ്ടും പ്രവാചകന്മാരിലൂടെ തന്നെ ചില അമാനുഷിക കഴിവുകളെ അള്ളാഹു പ്രകടിപ്പിച്ച് മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ അളവറ്റ കാരുണ്യത്തെ അള്ളാഹു പ്രകടിപ്പിക്കും. അതിനെ പൊതുവെ നമ്മൾ മുഅ്ജിസത്ത് എന്ന വാക്കുകൊണ്ടാണ്, അമാനുഷിക കഴിവ് എന്ന വാക്കുകൊണ്ടാണ് നമ്മൾ ആ ഇടപെടലിനെ പരിചയപ്പെടുന്നതും അടുത്തറിയുന്നതും വ്യാഖ്യാനിക്കുന്നതുമല്ല. അത് കഴിഞ്ഞ് വീണ്ടും അള്ളാഹു മനുഷ്യന് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കാം, പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കാം, അതോടൊപ്പം തന്നെ ഇതിനെ രണ്ടിനെയും അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവന്റെ ബോധനത്തിലൂടെ വീണ്ടും മനുഷ്യനോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഇമാം ഷഅറാബി പറയും, ആയത്ത് എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, പ്രപഞ്ചം അള്ളാഹുവിന്റെ വഹീനെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അള്ളാഹുവിന്റെ വഹീനെ, അള്ളാഹുവിന്റെ വചനങ്ങളെ നിങ്ങൾ പഠിച്ചു നോക്കൂ, ഈ പ്രപഞ്ചത്തെ അള്ളാഹു നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുമെന്ന്. രണ്ടും പൂരകമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ഇതൊന്നും പഠിക്കാനും ഇതിനൊന്നും മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കാൻ ഒരാൾക്ക് സമയമില്ലെങ്കിൽ അവനെന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അവന്റെ നാഥനെ അവന് നന്നായി ബോധ്യപ്പെടും. അതുകൊണ്ട് അറബിയിൽ ഒരു ആപ്തവാക്യുണ്ട്, മൻ അറഫ നഫ്സഹു ഖദ് അറഫ റബ്ബഹു. ഒരാള് അവനെ നന്നായി തിരിഞ്ഞാല്, ബോധ്യപ്പെട്ടാല് അവന് അവന്റെ നാഥനെ ബോധ്യപ്പെടുമെന്ന്. ഏതായാലും ഇങ്ങനെ നാല് രൂപത്തിലാണ് ആയത്തിനെ പണ്ഡിതന്മാര് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം, ഈ സുഭദ്രമായ അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകളാണ് അത് എന്ന് അള്ളാഹു ഇതിന്റെ തുടക്കത്തിൽ ബോധ്യപ്പെടുത്തുന്നു. തിൽക എന്നുള്ളത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഖുർആന് പൂർണ്ണമാണ്. ഒന്നിന് പിറകെ ഒന്നായി നമ്മൾ ഹൃദിസ്ഥമാക്കുകയും ഓരോ സൂറത്തുകളും
നമ്മൾ ഹൃദിസ്ഥമാക്കി പലർക്കും അതിന്റെ ഉള്ളിലുള്ള ചർച്ചാ വിഷയങ്ങൾ, ചിന്താ വിഷയങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായി വിഷയാധിഷ്ഠിതമായി അത് ഇറങ്ങുന്ന ഒന്നായതുകൊണ്ട് തന്നെ അള്ളാഹു ആ ഒന്നിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി ചൂണ്ടിക്കാണിച്ച് തിൽക്ക എന്ന വാക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്നു. നമ്മളിലേക്ക് വരികയാണെങ്കിൽ, പൂർണ്ണമായ ഒന്നിനെ കൈകാര്യം ചെയ്യുന്ന നമ്മളിലേക്ക് വരികയാണെങ്കിൽ, ഇതാ ഇനി നിങ്ങൾ ഈ അധ്യായത്തിൽ വായിക്കാൻ പോകുന്ന, അറിയാൻ പോകുന്ന ആ കാര്യങ്ങൾ എന്ന അർത്ഥത്തിൽ അതിനെ നമ്മൾക്ക് വിശദീകരിക്കാൻ പറ്റും. അങ്ങനെയെല്ലാം ഈ രൂപത്തിലെല്ലാം ഇമാം ഷഅറാവി ആ തിൽക്ക എന്ന വാക്കിനെ പറഞ്ഞു പോകുന്നുണ്ട്. നാം ഈ പറഞ്ഞതുപോലെ ആയാത്തുൽ കിതാബി, അപ്പൊ കിതാബ് എന്ന വാക്കിനെ ഇതിനു മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ നിന്നും വ്യതിരക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഏടുകളിലായിട്ടോ ഏതെങ്കിലും ഫലകങ്ങളിലായിട്ടോ നൽകപ്പെട്ട ഒന്നല്ല അന്തിമ വേദം. അത് പ്രവാചകന്റെ ഹൃദയബോധത്തിലേക്ക് നിക്ഷേപിച്ച ഒന്നാണ്. അതുകൊണ്ട് ഖുർആൻ പലയിടങ്ങളിലും ആയാത്തുൽ ഖുർആനി എന്ന് പറയും, ആയാത്തുൽ കിതാബി എന്ന് പറയും. പലയിടങ്ങളിലും ഈ രണ്ട് വാക്കും വേറിട്ട് ഉപയോഗിച്ചതായിട്ടും, അതുപോലെ തന്നെ ഒന്നിന് പിറകെ ഒന്നായി ഖുർആൻ എന്നുള്ളതും കിതാബി എന്നുള്ളതും ഒരേ സമയം വരുന്നതായിട്ടെല്ലാം നമുക്ക് കാണാൻ പറ്റും. രണ്ടിനും രണ്ടർത്ഥമാണുള്ളത്. ഖുർആൻ എന്ന് പറഞ്ഞാല് അൽ ഖുർആൻ ഹുവൽ മഖ്റൂ, ഹൃദയാന്തരാളത്തിൽ നിന്ന് വായിക്കപ്പെടുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അത് എന്തുകൊണ്ട് ആ രൂപത്തിൽ അത് വായിക്കപ്പെടുന്നു? അതൊരിക്കലും മനുഷ്യ കൈകടത്തലുകൾക്ക് ഒരിക്കലും വിധേയമാകില്ല. അത് എല്ലാ സമയങ്ങളിലും സുഭദ്രമായി അത് മനുഷ്യ ഹൃദയത്തിൽ അള്ളാഹു സൂക്ഷിച്ചിരിക്കുന്നു. തുടക്കം തന്നെ പ്രവാചക മനസ്സിൽ ഭദ്രമാക്കി സൂക്ഷിച്ച് ഒരാൾക്കും ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ പറ്റാത്ത രൂപത്തിൽ അതിനെ ഭദ്രമാക്കി വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അത് കിതാബുമാണ്, ഹുവൽ മക്തൂബു, അത് എഴുതപ്പെട്ടതുമാണ്. അതാണ് തിൽക്ക ആയാത്തുൽ കിതാബി, ഈ എഴുതപ്പെട്ട വേദഗ്രന്ഥത്തിലെ ദൃഷ്ടാന്തങ്ങൾ എന്ന രൂപത്തിൽ അള്ളാഹു വഹയിനെ അള്ളാഹു വിശദീകരിച്ചു തരുന്നത്. അൽ ഹക്കീം, ഹക്കീം എന്ന് പറഞ്ഞാല് അല്ലദീ യളഉ ശൈഅ ഫീ മൗളിഇഹി എന്നാണ്. ഏതൊന്നിനെയും അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ അതിനെ വെക്കുന്ന വ്യക്തി എന്ന നിലക്കാണ് ഹക്കീം എന്ന വാക്കിനെ പണ്ഡിതന്മാര് വ്യാഖ്യാനിക്കുന്നത്. അള്ളാഹു മാത്രമാണ്. സൂറത്ത് ബഖറയിലേക്ക് പോകുമ്പോൾ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് അവിടെ പറയുന്നത് കാണാൻ പറ്റും. ആ ഗ്രന്ഥം ലാ റൈബ ഫീഹി, അതിൽ കുറച്ച് സത്യം കുറച്ച് കളവ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. റൈബ് എന്ന വാക്കിന് കുറച്ച് സത്യവും അത് അർദ്ധസത്യങ്ങളുടെ ഒരു ഒരു ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ അല്ല ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിയിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾക്കോ അല്ലെങ്കിൽ തെറ്റുകൾക്കോ പിഴവുകൾക്കോ ഒരു സാധ്യതയും ഇല്ലാത്തൊരു ഗ്രന്ഥമാണ്. അതിൽ ചിലത് ശരി ചിലത് തെറ്റി എന്നുള്ളത് ഉണ്ടാവില്ല. ഒരു പ്രവാചകനിലേക്ക് അത് എങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു എങ്ങനെ അവതരിപ്പിച്ചോ അതുപോലെ ആ പ്രവാചകൻ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാഹു മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. അപ്പൊ ഒരു നിലക്കും അതിൽ ആ പ്രവാചകന്റെ ഭാഗത്തിൽ നിന്ന് പോലും ഒരു വീഴ്ചയോ പിഴവുകളോ ഉണ്ടാവില്ല. എങ്ങനെ അവതരിക്കുന്നുവോ അതുപോലെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഒരു പിഴവുമില്ലാത്ത, ഒരു അക്ഷരത്തിനോ അല്ലെങ്കിൽ ഒരു വാക്കിനോ ഒരു തരത്തിലുള്ള മാറ്റവുമില്ലാതെ ആ പ്രവാചകൻ അത് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോ ലാ റൈബ ഫീഹി, അതിൽ ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടമില്ല. സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ അങ്ങനെ പറയുന്നു.
ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇവിടെ തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം, അതിനെ ഏറ്റവും നന്നായി എവിടെ ഓരോന്നും വെക്കേണ്ടതുണ്ടോ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ മനുഷ്യന് കാലശേഷം വായിക്കുന്ന, പഠിക്കുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർക്ക് പടച്ച തമ്പുരാൻ പറഞ്ഞ പ്രപഞ്ചനാഥൻ അവന്റെ വഹിയിലൂടെ വിശദീകരിച്ച ഒന്നിന് വിരുദ്ധമായി ഒന്നും അവർക്ക് ഒരു നിലക്കും കണ്ടെത്താൻ പറ്റൂല. അപ്പൊ ഭയമില്ലാതെ, പേടിയില്ലാതെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യനത് പറഞ്ഞു കൊടുക്കാം. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് തന്നെ ഇമാം ഷഅറാബി പറയുന്നുണ്ട്, ഖുർആന്റെ ഇജാസ് എന്നുള്ളത് അത് ഒരു കാലഘട്ടങ്ങളിൽ വായിക്കുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന ഒന്നല്ല. ഓരോ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്കും അവരുടെ കാലത്തെ എങ്ങനെയാണോ അവർക്ക് നന്നായി മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിയുന്നത്, അത് ഈ ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ മനുഷ്യന്റെ ചിന്താ വളർച്ചക്കനുസരിച്ച് അവൻ എങ്ങനെയൊക്കെയാണോ അവന്റെ മുമ്പിലുള്ള കാര്യങ്ങളെ പഠന ഗവേഷണത്തിന് വിധേയമാക്കി അവൻ അതിന്റെ ഉള്ളിലുള്ള ചില സിറുകളെ, രഹസ്യങ്ങളെ അവൻ വ്യാഖ്യാനിക്കുന്നത്, അതെല്ലാം തന്നെ നിങ്ങൾക്ക് അതാത് കാലഘട്ടങ്ങളിൽ ഈ ഖുർആൻ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വിശദീകരിച്ചു തരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഹക്കീം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് സുഭദ്രമാണ്, തത്വാധിഷ്ഠിതമാണ്. ഒരു മാറ്റമോ ഒരു പിഴവുകളോ ഒരു വൈകല്യമോ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പോ ഖുർആന്റെ തുടക്കത്തിൽ അത് ഒരു സംശയത്തിനും ഇടമില്ലാത്ത ഗ്രന്ഥമാണെന്ന് പറയുന്നു. സൂറത്ത് ലുഖ്മാനിലേക്ക് എത്തുമ്പോൾ അത് ഹക്കീമായ, അൽ ഹക്കീം എന്ന് പറഞ്ഞാല് അൽ ഹക്കീമു ഖായിലുഹു അൽ ഹക്കീമു മുനസ്സിലുഹു എന്നാണ് അതിനെ പണ്ഡിതന്മാര്, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ അതിനെ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഒരു കിതാബിനോട് ഹക്കീം എന്ന വാക്കിനെ, സിഫത്തിനെ ചേർക്കാൻ പറ്റൂല. അപ്പൊ അവിടെ അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അപ്പോ അൽ ഹക്കീമു ഖായിലുഹു, ഇത് പറയുന്നത് ആരാണ്? ഹക്കീമായ പ്രപഞ്ചനാഥനാണ്. അൽ ഹക്കീമു മുനസ്സിലുഹു, ഇത് ഇറക്കുന്നത് ആരാണ്? അത് ഹക്കീമായ, ഏതൊന്നിനെയും അതിന്റെ ശരിയായ ഇടത്ത് വെക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന നാഥനാണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അല്ലാഹു പറയുന്നു, ഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ, ഇത് ആളുകൾക്ക് മാർഗദർശനം നൽകുന്നതാണ്. ആ റഹ്മത്തൻ, ആ മാർഗദർശനം ലഭിച്ചു കഴിഞ്ഞവർക്ക് അത് പിന്നീട് ഒരിക്കലും മാറിപ്പോവാത്ത രൂപത്തിൽ അതിനെ സംരക്ഷിക്കുന്നവനുമാണ്. അതാണ് റഹ്മത്ത് എന്ന് പറയുന്ന വാക്കിന് ഇവിടെ അർത്ഥം. ലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക്. അപ്പൊ മുഹ്സിനായി ഒരാൾക്ക് ഹിദായത്ത് ലഭിച്ച് മുഹ്സിനായി കഴിഞ്ഞാൽ അതിനെ അയാളിൽ നിന്ന് നഷ്ടപ്പെടാത്ത രൂപത്തിൽ അള്ളാഹു അതിനെ സംരക്ഷിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഖുർആന് ഇപ്പൊ ഹിദായത്ത്, ഹുദൻ എന്ന വാക്ക് ധാരാളം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. റഹ്മത്തി എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഷിഫാഉൻ വ റഹ്മത്തുൽ ലിൽ മുഅ്മിൻ, അവിടെ കണ്ടില്ലേ, ഷിഫാഉൻ വ റഹ്മത്തുൽ ലിൽ മുഅ്മിൻ. അവിടെ ഹൃദയ രോഗങ്ങൾക്കുള്ള ശമനാഔഷധമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് റഹ്മത്താണ്. പിന്നീട് അങ്ങനെ ഒരു അസുഖം ആ ഹൃദയത്തിന് ബാധിക്കുകയില്ല എന്ന അവിടെ റഹ്മത്തി എന്നുള്ള വാക്കിന് അർത്ഥം എന്ന് ഇമാം ഷഅറാബി പറയുന്നു. ഹുദൻ വ റഹ്മത്തൻ ലിൽ, ഇവിടെ വശിഫാഉ വ റഹ്മത്തുൽ ലിൽ മുഅ്മിൻ എന്നുള്ള അവിടെയും റഹ്മത്തി എന്ന വാക്കുണ്ടല്ലോ, ഇവിടെയും ഹുദൻ വ റഹ്മത്തൻ ലിൽ മുഹ്സിൻ. അപ്പൊ ഇവിടെ റഹ്മത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഹിദായത്ത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ആ ഹിദായത്തിലൂടെ അവർ ഇഹ്സാന്റെ ഒരു ഭാവതലത്തിലേക്ക് ഉയരുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ അള്ളാഹു അയാളെ പരിരക്ഷിക്കും, അവന്റെ റഹ്മത്ത് കൊണ്ട് പരിരക്ഷിക്കും. അതാണ് ഇവിടെയുള്ള ഈ റഹ്മത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഹുദൻ വറഹ്മത്തൻ, സൂറത്ത് ബഖറയിലേക്ക് പോകുമ്പോൾ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ എന്നാണ് പറയുന്നത്. മുത്തഖീങ്ങൾക്ക് ഇത് മാർഗദർശനമാണ്.
അപ്പൊ അവിടെ തഖ്വ എന്നും ഇവിടെ ഇഹ്സാൻ എന്നുള്ള വാക്കും ഉപയോഗിക്കുന്നു. അവിടെ തഖ്വ എന്നുള്ളത് കൊണ്ട് തഖ്വ തഖ്വ എന്നുള്ള വാക്ക് ഈമാനെ തേടുന്നുണ്ട്. ഈമാന് ആവശ്യമാണ് തഖ്വക്ക്. ഈമാൻ എന്നുള്ളത് ഇഫ്അൽ വലാ തഫ്അൽ എന്ന ഒന്നിനെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു നിഷ്കർഷ ഒരു 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 കാർക്കശ്യത്തെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇഫ്അൽ വലാ തഫ്അൽ, ഇത് പ്രവർത്തിക്കണം, ഇത് പ്രവർത്തിക്കരുത്. അപ്പൊ അത് ഉലൂഹിയത്തിന്റെ ഭാവതലങ്ങളെ നന്നായി ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഇഫ്അൽ വലാ തഫ്അൽ എന്നുള്ള ഒന്നിനെ ജീവിതത്തിൽ ഏറ്റവും നന്നായി പ്രകടിപ്പിക്കുക എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഈ വ്യാഖ്യാനം എന്നുള്ളതിൽ നമ്മളെ ഈ വാക്ക് ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഈ ഭാഷയുടെ പരിമിതി കൊണ്ടാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോ തന്നെ അങ്ങ് അറിയും. അങ്ങനെ വ്യാഖ്യാനം എന്നൊന്നും അങ്ങനെ നമ്മൾ കൂടുതൽ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കേൾക്കുമ്പോ തന്നെ തിരിയും. കാരണം റുബൂബിയത്ത് എന്നുള്ളത് അത് അള്ളാഹുവിന്റെ അതാ ആണെന്നും ഉലൂഹിയത്ത് തക്ലീഫ് ആണെന്നും ആണ് അതിനെ ആ വാക്കുകളെ തന്നെ വിശദീകരിക്കുക. തക്ലീഫ് ആണെന്ന് പറഞ്ഞാൽ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. അങ്ങനെ അള്ളാഹുവിനെ നന്നായി ബോധ്യപ്പെടുക, അള്ളാഹുവിന്റെ മുമ്പിൽ പൂർണ്ണ വിനയാന്വിതനായി സമർപ്പിതനായി കഴിയുക. അപ്പൊ തഖ്വ എന്നുള്ളതിന് ഈമാൻ ആവശ്യമാണ്. ഈമാൻ എന്നുള്ളത് തക്ലീഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇന്ന കാര്യങ്ങളെല്ലാം ശരിയായി ഉൾക്കൊള്ളേണ്ടതുണ്ട്, ഇന്നതെല്ലാം പ്രവർത്തിക്കേണ്ടതുണ്ട്, ഇന്നതെല്ലാം വർജിക്കേണ്ടതുണ്ട്. ഇഹ്സാൻ എന്നുള്ളതോ, ഇഹ്സാൻ എന്നുള്ളത് അതിനപ്പുറമുള്ള ഒരു തേട്ടമാണ് മനുഷ്യനിൽ നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നു. ഇഹ്സാൻ ഇവിടെ ഹുദല്ലിൽ മുത്തഖീൻ, ഇവിടെ ഹുദം വ റഹ്മത്തല്ലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് ഇത് റഹ്മത്താണ്, അത് മാർഗദർശനമാണ്. ആ മാർഗദർശനം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അവരിൽ നിലകൊള്ളുന്ന ഒന്നുമാണ്. ഇഹ്സാൻ എന്ന് ഹിദായത്ത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഹിദായത്തു മഊനത്തിൻ വ ഹിദായത്തു ദലാലത്തിൻ. ഹിദായത്തു ദലാലത്തിൻ എന്ന് പറഞ്ഞ പ്രപഞ്ചമാണ് മനുഷ്യന് മാർഗദർശനം നൽകുക. പിന്നെ അള്ളാഹു ഒരു മനുഷ്യൻ അവന്റെ നാഥനെ നന്നായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യമായി അതിനെ അള്ളാഹു അവനിൽ വീണ്ടും അവന്റെ മനസ്സിലും ചിന്തയിലും അതിനെക്കുറിച്ചുള്ള ആലോചനകളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ ഒരു അവസരം ഉണ്ടായിക്കൊള്ളും. അതാണ് അള്ളാഹുവിന്റെ കാരുണ്യമായി ലഭിക്കുന്ന ഹിദായത്ത് എന്ന് പറയുന്നത്. അത് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ദലാലത്ത് എന്നുള്ളത് എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അവന്റെ ഒരു വിരുന്നുകാരനായി, ഇമാം ഷാറാബി ഇതിനെ പറയുന്നിടത്ത് അദ്ദേഹം ഒരു മനോഹരമായ ഒരു ഉപമ അദ്ദേഹം നടത്തുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് ഒരാള് കയറി വന്നാല് ആ വീട്ടുകാരനെ, ആ അതിഥിയെ എങ്ങനെയെല്ലാം സൽക്കരിക്കുമോ, ആദരിക്കുമോ, ഇതുപോലെ അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് വരുന്ന മനുഷ്യനെ സൽക്കരിക്കുന്നു, ആദരിക്കുന്നു. എന്തുകൊണ്ടൊക്കെ സൽക്കരിക്കുന്നു, എന്തുകൊണ്ടൊക്കെ അവനെ ആദരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? നിങ്ങൾ എവിടുന്നാണ് ഈ ഭൂമുഖത്തേക്ക് വരുന്നത്? ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കുവാനും സുഖിക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും എല്ലാത്തിനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി അള്ളാഹു ഏറ്റവും മനോഹരമായി അവന്റെ ഭൂമുഖത്തെ, അവൻ നിങ്ങളെ സൽക്കരിച്ച ഈ ഇടത്തെ അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. അപ്പൊ വെറുതെ അങ്ങ് വിടുകയല്ല ചെയ്യുന്നത്. ഒരു വ്യക്തിയെ, ഒരു സൃഷ്ടിയെ വെറുതെ അങ്ങ് ഭൂമിയിലേക്ക് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. ഏറ്റവും നന്നായി അവനെ ഈ ഭൂമുഖത്ത് അള്ളാഹു സൽക്കരിച്ചിരിക്കുന്നു. ചിന്തക്കാവശ്യമായ, അവന്റെ ശരീരത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കി അവനെ എങ്ങനെയാണോ ഒരു നല്ലൊരു മനുഷ്യൻ അവന്റെ വീടിന്റെ അകത്തളങ്ങളിൽ അവന്റെ അതിഥിയെ ആദരിക്കുന്നത്, ഇതുപോലെ ഈ ഭൂമുഖത്ത് അള്ളാഹു മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു, അവനെ സൽക്കരിച്ചിരിക്കുന്നു. വലഖദ് കറംനാ ബനി ആദമ, നാം മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു.
വഹമൽനാഹും ഫിൽ ബർറി വൽ ബഹരി, അവനെ കടലിലും കരയിലും നാം അവനെ താങ്ങിയിരിക്കുന്നു, അവനെ ചുമന്നിരിക്കുന്നു. വറസഖ്നാഹു മിനത് ത്വയ്യിബാത്തി, വിശിഷ്ട വിഭവങ്ങൾ നാം അവന് സമ്മാനിച്ചിരിക്കുന്നു. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല, നാം സൃഷ്ടിച്ച ഇതര ജീവിജാലങ്ങളെക്കാളും ശ്രേഷ്ഠമായ സ്ഥാനം മനുഷ്യന് നാം നൽകിയിരിക്കുന്നു. അങ്ങനെ ആദരവിന്റെ, സൽക്കാരത്തിന്റെ മൂർത്ത ഭാവങ്ങളെ, അടയാളങ്ങളെ മുഴുവനും അള്ളാഹു അവന് വേണ്ടി ഒരുക്കി, അവനെ ഏറ്റവും നന്നായി ബഹുമാനിച്ച് ആദരിച്ച് അള്ളാഹു അവനെ സ്വീകരിച്ചിരിക്കുന്നു ഭൂമിയിൽ. ഈ ഭൂമി, അവന്റെ ചുറ്റുമുള്ള ഓരോന്നും അവന് മാർഗദർശനം നൽകുന്നുണ്ട്. അതിനെ അവൻ എല്ലാത്തിലേക്കും നോക്കി അതിന്റെ സംവിധായകനെ ആരെന്നവൻ ചോദിക്കുന്നത് പോലെ ഇന്നും ആരും ഞാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചവൻ എന്ന് പറയാത്ത മഹാത്ഭുതങ്ങൾ അവന്റെ മുമ്പിലുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു താഴ്വാരയിലേക്ക് നോക്കി, ഒരു മല താഴ്വാരയിലേക്ക് നോക്കി അവിടെയുള്ള ആ മനോഹര ദൃശ്യങ്ങളെ നല്ലൊരു കലാകാരൻ അയാളെ ക്യാൻവാസിലേക്ക് പകർത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള പൂക്കളെ, അരുവികൾ, കുരുവികൾ, പഴ വൃക്ഷങ്ങൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം മനോഹര ദൃശ്യങ്ങളുണ്ടോ അതെല്ലാം നല്ല കഴിവുള്ള ഒരു കലാകാരൻ അയാളുടെ ക്യാൻവാസിലേക്ക് പകർത്തിക്കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ അയാളുടെ പേര് എഴുതി വെക്കും. ആ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് കുറിച്ചു വെക്കും. ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആരാണിത് വരച്ചത് എന്ന് നോക്കുന്നവൻ അതൊന്ന് ശ്രദ്ധിക്കും. അങ്ങനെ ആ പേരിലേക്ക് നോക്കി ആ കലാകാരന്റെ കലാവൈഭവത്തെ അയാള് വാനോളം പുകഴ്ത്തും. എന്നാൽ അത് കോപ്പി അടിച്ചതാണ് എന്നുള്ള ബോധം ആ സമയം അതിലേക്ക് നോക്കുന്ന മനുഷ്യന് പോലും ഇല്ലാതെയാവും. ഇതൊരു കോപ്പി അടിച്ചുണ്ടാക്കിയതാണ്. അതിന്റെ ഒറിജിനൽ ഒന്ന് അപ്പുറണ്ട്. മലയുണ്ട്, അവിടെ അരുവികളുണ്ട്, പൂക്കളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, കുരുവികളുണ്ട്. ആ കുരുവികളുടെ ചിലക്കൽ കേൾക്കാം, അവിടെയുള്ള അരുവികളിൽ നിന്ന് വെള്ളം നുകരാം, അവിടെയുള്ള പൂക്കളുടെ സുഗന്ധങ്ങൾ ആസ്വദിക്കാം, അവിടെയുള്ള പഴങ്ങൾ എടുത്ത് അവന് ഭക്ഷിക്കാം, വെള്ളം കുടിച്ച് ദാഹം തീർക്കാം. എന്നാൽ അത് കണ്ട് ഈ കലാകാരൻ അയാളുടെ ഒരു ക്യാൻവാസിലേക്ക് പകർത്തിയ ഒന്നില് പഴമെടുത്ത് അവന് കഴിക്കാൻ പറ്റൂല. അതിലയാൾ വരച്ചു വെച്ച ആ പുഴയിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കുടിക്കാൻ പറ്റൂല. അവിടെ കാണുന്ന പറവകൾ പറക്കുന്നില്ല, ആ പറവകൾ ചിലക്കുന്നില്ല. അവിടെ കാറ്റില്ല, വായുവില്ല, ഒന്നുമില്ല. അതിന്റെ മനോഹാരിതയിൽ മനുഷ്യൻ ലയിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ആസ്വദിച്ച് അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ അതിന്റെ സംവിധായകന്റെ മഹത്വത്തെ ബോധ്യപ്പെടുന്നില്ല. ഈ പ്രപഞ്ചം ഹിദായത്താണ്, നിങ്ങൾക്ക് നന്നായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓരോന്നിന്റെ പിറകിലും അതിന്റെ സംവിധായകനെ തേടുന്ന മനുഷ്യൻ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഈ മഹാ അത്ഭുതങ്ങളിലേക്ക് നോക്കിയിട്ട് ഇതെല്ലാം ആരാണ് ഇങ്ങനെല്ലാം സംവിധാനിച്ചത് എന്ന് ചിന്തിക്കുകയും അവന്റെ ശിരസ്സൊന്ന് നമിച്ച് സുബ്ഹാനല്ലാ എന്ന് പറയുന്ന അവസ്ഥാവിശേഷം അവനുണ്ടാകുന്നില്ല. അപ്പൊ ഹിദായത്ത് അത് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അത് അതിനു മുമ്പ് അതിനെ ആയത്തായി അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. അതിലേക്ക് നോക്കി അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് ശിരസ് നമിച്ചു കഴിഞ്ഞാൽ ആ ഹിദായത്തിനെ റഹ്മത്തായി അള്ളാഹു നിങ്ങൾ നിലനിർത്തുന്നു. ആ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ തഖ്വ എന്ന് പറയുന്ന ഒന്നുണ്ടായിരിക്കണം. അതിനപ്പുറം കടന്ന് ഇഹ്സാന്റെ ഭാവതലത്തിലേക്ക് നിങ്ങൾ ഉയരണം. അപ്പൊ മുഹ്സിനാകണം. അത് കഴിവിനപ്പുറം നിന്നുകൊണ്ടുള്ള ചില സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യന്റെ
ഇടപെടലിനെ അള്ളാഹു ഇഹ്സാൻ എന്ന വാക്കുകൊണ്ട് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന. ഇങ്ങനെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ഈ വാക്ക് ധാരാളം ഉപയോഗിച്ച് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഇഹ്സാൻ എന്ന വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നത്? നമ്മൾ ഫർളായ കാര്യങ്ങൾ അനുഷ്ഠിച്ച് ഐച്ഛികമായ കാര്യങ്ങൾ കൂടി നല്ല രൂപത്തിൽ അതിന്റെ വിശുദ്ധിയോടുകൂടി വെറുതെ കുത്തിമറിഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോകുന്ന ഒന്നല്ല. അതിനപ്പുറം അള്ളാഹു നമ്മളോട് എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടോ അതിന് പുറമേ ചെയ്യുന്ന ഐച്ഛികമായ കാര്യങ്ങളെ ഏറ്റവും നന്നായി വൃത്തിയിൽ അതിന്റെ എല്ലാ സൂക്ഷ്മതയോടും കൂടി നമ്മൾ അനുവർത്തിച്ചു പോകുമ്പോൾ അത് ഒരു ഇഹ്സാനായിട്ട് മാറുന്നു. ഇതുപോലെ മാതാപിതാക്കളോട് നമ്മൾ കാണിക്കേണ്ട ഭൗതിക ലോകത്ത് അവരോട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്, നമ്മൾ നിഷ്കർഷിക്കപ്പെട്ട ചില മര്യാദ. അത് മാത്രമല്ല അള്ളാഹു തേടുന്നത്, അവരിൽ നിങ്ങൾ ഇഹ്സാന് കൂടി അള്ളാഹു നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ ഇഹ്സാൻ എന്താണ്? അവർ വൃദ്ധരാകുമ്പോൾ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. രണ്ടുപേരുമോ അവരിൽ ഒരാളോ വൃദ്ധരായി നിന്റെ സമീപമെത്തിയാൽ അവരോട് അവരെ വേദനിപ്പിക്കുന്ന ചെറുവാക്ക് പോലും പറഞ്ഞു പോകരുത്. അപ്പൊ അത് വല്ലാത്തൊരു സൂക്ഷ്മതയാണ്. ഒരു തരത്തിലും അവരെ വേദനിപ്പിക്കാത്ത, നിന്റെ കൊച്ചുപ്രായത്തിൽ നീ ചെയ്യുന്ന ഒന്നിലും ഒരു തരത്തിലുള്ള വെറുപ്പും പ്രകടിപ്പിക്കാതെ, ഒരു തരത്തിലുള്ള മുഖം ചുളിച്ച് മാറി നിൽക്കുക എന്ന ഒരു പ്രവൃത്തിയും അവരുടെ പക്കൽ നിന്ന് ഉണ്ടാവാതെ നിന്നെ ചേർത്ത് പിടിച്ച്, നിന്റെ ഉമ്മയിലേക്ക് നോക്കിയാൽ നിന്റെ ഉമ്മ നിന്റെ മലത്തിൽ കിടന്ന് മൂത്രത്തിൽ കിടന്ന് നീ ഒന്ന് മിഴി തുറന്നാൽ നിനക്ക് വേണ്ടി രാത്രി മുഴുവനും മിഴി തുറന്നിരുന്ന് നിന്റെ മിഴിയടച്ചാലും നിന്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ഓരോ രാവുകളെയും കഴിച്ചു കടത്തിയ ഒരു ഉമ്മാക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഒരു ഉപ്പാക്ക് വേണ്ടി നീ എത്രമാത്രം ത്യാഗം ചെയ്യണം. അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്ക് പോലും പറഞ്ഞു പോകരുത്. അതാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിടങ്ങളിൽ നിന്റെ കഴിവിന്റെ അപ്പുറം ഒന്നുകൊണ്ട്. അധികം ആൾക്കാർക്കും സാധിക്കൂല, എന്തേലും പറഞ്ഞു പോകും. അപ്പൊ നമ്മളെ അതുകൊണ്ടാണ് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പിന്നീട് അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ചെറുപ്രായത്തിലേക്ക് തിരിച്ചു പോകാൻ അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. ഏറ്റവും മാന്യമായി അവരോട് സംസാരിക്കണം. വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ചെറുപ്രായത്തെ ഓർത്തുകൊണ്ടുള്ള ഊഷ്മളമായ ബന്ധമായിരിക്കണം മാതാപിതാക്കളുടെ വാർദ്ധക്യ സമയത്ത് ഓരോ കുട്ടിയും അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ ചിന്തിക്കുകയും അങ്ങനെ അവരെ സ്നേഹത്തിന്റെ ചിറക് കൊണ്ട് ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടത് അല്ലാഹു പഠിപ്പിക്കാം. അതുകൊണ്ടാണ് അവിടെ ഇഹ്സാൻ എന്ന വാക്കിന് കഴിവിന് അപ്പുറം നിന്നുകൊണ്ട് പെരുമാറുക, ആവശ്യപ്പെട്ടത് മാത്രമല്ല അതിനപ്പുറമുള്ളത് നൽകുക. കാരണം അവരത് നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ അവരെ വൃദ്ധരായി മാറുമ്പോൾ ഒരു ചെറിയ കുഞ്ഞിന്റെ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുമ്പോൾ അത് മാതാപിതാക്കളാണെങ്കിൽ അവരോട് ഈ രൂപത്തിൽ ഇഹ്സാനോടുകൂടി വർത്തിക്കണം. അപ്പൊ ഇഹ്സാൻ എന്ന വാക്കിന് വലിയ അർത്ഥതലമുണ്ട്, ആശയതലമുണ്ട്. അപ്പൊ റഹ്മത്ത് എന്നുള്ളത് നിലനിൽക്കണമെങ്കിൽ ഏത് പ്രവൃത്തിയിലും ഇഹ്സാനോടുകൂടി മനുഷ്യനെ ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവനിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്
അവിടെ എന്താണോ ആ പ്രവൃത്തിയെ അള്ളാഹു ഏറ്റവും നന്നായി അവനിൽ അള്ളാഹു സൂക്ഷിച്ചു വെക്കും. അതിനെ നിലനിർത്തി അള്ളാഹു കൊണ്ടുപോകും. അത് അവന്റെ ഭാവി ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി അവൻ അള്ളാഹു പങ്കുവെച്ച് നൽകുകയും ചെയ്യും. കാരണം മാതാപിതാക്കളെ നന്നായി പരിപാലിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ ജീവിതം നമ്മുടെ ഇടപെടൽ കൊണ്ട് ഏറ്റവും സന്തോഷപൂർണമായി അങ്ങ് കടന്നു കഴിഞ്ഞാൽ അള്ളാഹു പിന്നീട് ആ ഒരു സുഹൃതം കൊണ്ട് ഈ ലോകത്തും നാളെ അള്ളാഹുവിന്റെ സന്നിധിയിലും ആ മനുഷ്യനെ ഏറ്റവും നന്നായി അള്ളാഹു പരിഗണിക്കും. എന്നാൽ വെറുപ്പിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് റസൂലുള്ള പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇഹ്സാന് അവരുടെ വിഷയത്തിൽ ഏതുപോലെ അനിവാര്യമാണോ, എല്ലാ പ്രവൃത്തിയിലും അത്തരത്തിലുള്ള ഇഹ്സാൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു അവന്റെ ഫضല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് അള്ളാഹു എപ്പോഴും അവനെ പൊതിഞ്ഞു നിൽക്കും. അപ്പൊ ഹുദം വ റഹ്മത്തല്ലിൽ മുഹ്സിനി. അപ്പോ ഇത് ആർക്കാണ് ഈ ഹിദായത്ത് റഹ്മത്ത് എല്ലാം ലഭിക്കുക? അത് ഇഹ്സാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെല്ലാം ഉണ്ടാകും. അത്തരമൊരു മാനസിക അവസ്ഥ ഉണ്ടായിരിക്കണം, ഒരു ചിന്താവസ്ഥ ഉണ്ടായിരിക്കണം. ഇപ്പോ ജിബ്രീൽ അലി ഇസ്ലാമിനോട് ജിബ്രീൽ അലി ഇസ്ലാം വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ഹദീസിൽ ഇതിനെ മൂന്നിനെയും ചേർത്ത് വെക്കുന്നത് കാണാൻ പറ്റും അല്ലെ? അഖ്ബിർനി അനിൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം, എങ്ങനെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിന് പൂർണ്ണാർത്ഥത്തിൽ കീഴുതുങ്ങുന്നവനായി സമർപ്പിതനായി മാറുന്നത്? അപ്പോ അവിടെ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിനെ കുറിച്ചാണ്, സമർപ്പണ ബോധത്തെ കുറിച്ചാണ്. മറ്റൊന്ന് ഈമാനെ കുറിച്ചാണ്, മറ്റൊന്ന് ഇഹ്സാനെ കുറിച്ചാണ്. അവിടെ നാം ഈ പറഞ്ഞ ഒന്നിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹനെ കാണുന്നുണ്ട് എന്ന രൂപത്തിലായിരിക്കണം പടച്ചോനെ കീഴ്പ്പെടേണ്ടത്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഉന്നതമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. റഹ്മത്ത് നിലനിൽക്കണമെങ്കിൽ ആ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരിക്കണം. ഹിദായത്തിനോടൊപ്പം ആ ഹിദായത്ത് നഷ്ടപ്പെടാതെ നിൽക്കണമെങ്കിൽ ഇഹ്സാൻ എന്ന ഭാവം പേറേണ്ടതുണ്ട്. അത്തരമൊരു മാനസികാവസ്ഥ നമ്മിൽ നിലനിൽക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കിതാബ് അത് അള്ളാഹുവിന്റെ ആയത്താണ്, അത് ഹക്കീമായ നാഥൻ അവതരിപ്പിച്ചതാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് ഹുദൻ, അത് മാർഗദർശനമാണ്. വ റഹ്മത്തൻ, ആ മാർഗദർശനം ലഭിച്ചവർക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരാണ്. അത് ലഭിക്കുന്നത് ലിൽ മുഹ്സിനീൻ, ഇഹ്സാൻ എന്ന ഒരു ഭാവത്ത് കയറുന്നവർക്കുമാണ്. ആരാണ് ഈ മുഹ്സിനീങ്ങൾ? അല്ലദീന യുഖീമൂന സ്വലാത്ത്, അവർ പടച്ചോന് നന്ദി കാണിക്കുന്നവരാണ്. വയുത്തൂന സക്കാത്ത, സമയം എന്റേതല്ല എന്ന് തിരിച്ചറിയുന്നവരാണ്. അത് എന്റെ റബ്ബിന്റെ ദാനമാണെന്ന്, ആ ദാനം വിറ്റ് ഉണ്ടാക്കുന്ന ഏതൊന്നും അത് എന്റെ നാഥന്റെ ദാനമാണ് എന്ന് വീണ്ടും തിരിച്ചറിയുന്നവരാണ് അവർ. അതാണ് യുത്തൂന സക്കാത്ത വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവര് അന്ത്യനാളിനെ കുറിച്ച് ദൃഢബോധ്യമുള്ളവരുമാണ്. ഇപ്പോ ഈ ഇഹ്സാൻ എന്ന് പറയുന്ന ഒന്നിനെ ഒന്നുകൂടി അള്ളാഹു വ്യാഖ്യാനിക്കുകയാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത്, നന്ദി കാണിക്കുന്നവരാണ്. സ്വലാത്ത് എന്ന വാക്കിന് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ശരിയായ അർത്ഥവും ആശയല്ലോ എന്താണ്? സ്വലാത്ത് എന്ന വാക്കിനെ ഒരു നിസ്കാരം എന്ന ഒരു വാക്കുകൊണ്ട്, ആത്മാവുടരാത്ത വാക്കുകൊണ്ട് പറഞ്ഞു പോവരുത്. അസ്വലാത്തു ദിക്റുൻ, അത് സ്വലാത്ത് എന്നത് അത് ഒരു സ്മരണയാണ്. ദിക്റു ശുക്റുൻ, ദിക്ർ എന്നുള്ളത് ആരെയാണോ നിങ്ങൾ ഓർക്കുന്നത് ആ ഓർക്കുന്ന വ്യക്തിയോട് കാണിക്കുന്ന നന്ദി പ്രകാശനമാണ്. അതുകൊണ്ടാണ് അഖിമി സ്വലാത്ത ലിദിക്രി, നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കണം ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി. എന്താണ് സ്മരിക്കേണ്ടത്?
ആ അവിടെ ഇഹ്സാന് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറുതെ അങ്ങ് സ്മരിക്കല്ല. നമ്മൾ പറഞ്ഞു അള്ളാഹു നമ്മെ സൽക്കരിച്ചിരിക്കുകയാണ് ഈ ഭൂമിയിൽ. ആവശ്യമുള്ളതെല്ലാം നൽകിയിരിക്കുകയാണ്. ചിന്തക്ക് വേണ്ടുന്നതാണെങ്കിലും നമ്മുടെ വയറിന് വേണ്ടുന്നതാണെങ്കിലും എല്ലാം അള്ളാഹു ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മെ സൽക്കരിക്കുന്ന ഒരു വീടിന്റെ അകത്തളങ്ങളിൽ ഏറ്റവും നന്നായി സൽക്കരിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുക? എങ്ങനെയാണ് നമ്മൾ സ്മരിക്കുക? എന്നാല് വായു നൽകി, വെള്ളം നൽകി, ഭക്ഷണം നൽകി, സമയം നൽകി, നാം അറിയാതെ വില കൽപ്പിക്കാൻ കഴിയാത്ത അമൂല്യമായ അനുഗ്രഹങ്ങൾ നാം ഈ ഉപയോഗിക്കുന്ന ശരീരത്തിൽ വളരെ കണിശമായി തെറ്റാതെ പിഴക്കാതെ വെച്ചു. ഒരു കണ്ണ് പിറകിലും ഒരു കണ്ണ് മുമ്പിലും അല്ലല്ലോ. ഒരു ചെവി പിന്നെ മുമ്പിലും ഒരു ചെവി ബേക്കിലും അല്ല. ഏറ്റവും മനോഹരമായി ഹക്കീമായ അള്ളാഹു അതിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിനെ സംവിധാനിച്ച് നമുക്ക് സഞ്ചരിക്കാനുള്ള ശരീരം നൽകി. അതിൽ അമൂല്യമായ കണ്ണും കേൾവിയും ഹൃദയവും സമ്മാനിച്ചു. ആ സമ്മാനിച്ച നാഥനെ ഓർക്കുക എന്ന് പറയുന്നത് അത് വെറും ഒരു ഓർക്കുക എന്ന വാക്കുകൊണ്ട് പറഞ്ഞു പോവേണ്ട ഒന്നല്ല. അവിടെ ഇഹ്സാൻ എന്ന ഭാവതലങ്ങളെ താളാത്മകമായി ഹൃദയ ചിന്തയിൽ ആവാഹിക്കേണ്ട ഒന്നാണ്, ഒരു വാക്കാണ് സ്വലാത്ത്. എല്ലാ സൂക്ഷ്മ തലങ്ങളിലും പടച്ച തമ്പുരാന്റെ കാരുണ്യത്തെ കുറിച്ച് ഓർക്കാൻ കഴിയണം. കണ്ണിനെ കുറിച്ച് ഓർക്കുന്നവർ എത്ര ആൾക്കാരുണ്ട്? കേൾവിയെ കുറിച്ച് ഓർക്കുന്ന എത്ര ആളുകളുണ്ട്? നമ്മളിപ്പോ ദാ കണ്ടുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ടാവും? മനോഹരമായ ശബ്ദം കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ടാവും? നമ്മളിപ്പോ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കാഷ്ട കാഴ്ച നഷ്ടപ്പെട്ട ആളുകള് വിതുമ്പിക്കൊണ്ടിരിക്കുന്നത്, കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾവി നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ, സംസാര വൈഭവം നഷ്ടപ്പെട്ട ആളുകൾ, ശേഷി നഷ്ടപ്പെട്ട ആളുകൾ, ഒന്ന് മൂത്രിക്കാൻ കഴിയാതെ, ഒന്ന് ബാത്റൂമിൽ പോകാൻ കഴിയാതെ വേദനിക്കുന്ന ആളുകൾ, ശരീരത്തിലുള്ള പലയിടങ്ങളിലും പല വേദനകളെ കൊണ്ട് പുളയുന്ന ആളുകൾ, അതിൻ്റെ ഇടയിൽ എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും നൽകി നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ. അങ്ങനെ ഓരോന്നും ഓരോ നിമിഷങ്ങളിലും അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് തസ്ബീഹും തഹ്ലീലുമെല്ലാം ചൊല്ലുന്ന, അങ്ങനെ പടച്ചോന് ശുക്ർ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? ഇന്നിപ്പോ നമ്മൾ രാവിലെ അള്ളാഹുവിന്റെ മുമ്പിൽ ശിരസ് നമിച്ചു, നമ്മള് സുജൂദ് ചെയ്തു. ആ സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ ഏതെല്ലാം അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ ഓർത്തിട്ടുള്ളത്? അങ്ങനെ ആ ഒരു ദിക്റിലൂടെ ഏതെല്ലാം സൂക്ഷ്മാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയി ഇഹ്സാൻ എന്ന ഭാവത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സ്വലാത്ത് എന്ന വാക്ക് അത് വെറും ഒരു വാക്കല്ല, അത് ഇഹ്സാൻ ഇഹ്സാനെ ഏറ്റവും നന്നായി മനസ്സിലും ചിന്തയിലും ലയിപ്പിക്കുന്ന ഒരു കർമ്മമാണത്. അപ്പൊ ദിക്ർ ഉണ്ടായിരിക്കണം. അസ്വലാത്തു ദിക്റുൻ അഖിമിസ് സ്വലാത്ത ലിദിക്രി. എന്നെ സ്മരിക്കാൻ നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കണം. അള്ളാഹനെ എങ്ങനെയൊക്കെയാണ് സ്മരിക്കുക? ഒരു സൃഷ്ടാവിനെ എങ്ങനെയൊക്കെയാണ് അടുത്തറിയുക? ആ സൃഷ്ടാവിന്റെ ദാനങ്ങളെ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുക? നമ്മളെ കുട്ടികളോട് ഇന്ന് രാവിലെ പറഞ്ഞോ, നിസ്കരിക്കും എന്ന വാക്കല്ലാത്ത മോനെ ഒന്ന് നന്ദി കാണിക്കുക എന്ന് നമ്മൾ പറഞ്ഞു പടച്ചവനോട്. അബ്ദുൽ കരീം സൈദാന് അദ്ദേഹം പറയും, നിങ്ങൾ കുട്ടികളോട് മോനെ നന്ദി കാണിക്കുക എന്ന് പറയും, അവന്റെ ആത്മാവ് ഉണരട്ടെ. പടച്ചവനോട് നന്ദി കാണിക്കും മോനെ, നിനക്ക് നൽകിയ കണ്ണിന്, കാതിന്, കേൾവിക്ക്, സമയത്തിന്, നീ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും
നന്ദി പറയുമോനെ. ഈ ആയത്തിനെ ഇവിടെ ഈ അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വിശാലമായിട്ടാണ് ഇമാം ഷഅറാവി അതിനെ വിശദീകരിച്ചു പോകുന്നത്. സ്വലാത്ത് മാത്രല്ല, സക്കാത്ത് ഒരു തവാസുൽ മുജ്തമ, ഒരു സമൂഹത്തിന്റെ ഒരു താളാത്മകതയെ അള്ളാഹു എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. ശുക്ർ ഉണ്ടായിരിക്കണം. അള്ളാഹുവിനോടുള്ള ശുക്ർ അത് സ്വലാത്താണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ മനുഷ്യന് പങ്കുവെച്ചുകൊണ്ടുള്ളത് അത് സിലത്തുമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് സ്വലാത്താണ്, അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. മറ്റൊന്ന് മനുഷ്യനോടുള്ള ബന്ധമാണ്, ചുറ്റുമുള്ള മനുഷ്യരോട് അതിരറ്റ കാരുണ്യം. അതുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്തിഹും ഫായിലൂൻ, അവരതിനെ ഫായിലാക്കുന്നവരാണെന്ന് പറഞ്ഞാല് ഒരു സത്യവിശ്വാസി മനുഷ്യ കുടുംബത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. അവന്റെ വേദനകളെ വേദനയായി, അവന്റെ ദുഃഖങ്ങളെ ദുഃഖമായി, അവന്റെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അവൻ്റെതായി കണ്ട് മനുഷ്യന് വേണ്ടി അവൻ തന്നെ അധ്വാനിക്കണം. അതുകൊണ്ട് സക്കാത്തിൽ പോലും ഇഹ്സാൻ ഉണ്ട്. അപ്പൊ സക്കാത്ത് എങ്ങനെയാണ്? നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കഴിവിനപ്പുറം നിന്നുകൊണ്ട് അധ്വാനിക്കണം എന്നാണ് ഒരു സത്യവിശ്വാസി. എന്നിട്ട് സക്കാത്ത് കൊടുക്കാനുള്ള മനസ്സുമായി അയാൾ എന്താക്കണം? അയാൾ അധ്വാനിക്കണം. ലിസക്കാത്തിഹും ഫായിലൂൻ. അപ്പോ ഇത് രണ്ടിലും ഇഹ്സാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഇഹ്സാൻ എന്ന വാക്കിനെ ഈ സ്വലാത്ത് കൊണ്ടും സക്കാത്ത് കൊണ്ടും പിന്നീട് അള്ളാഹു വിശദീകരിക്കുന്നത്. അല്ലദീന, ആരാണ് മുഹ്സിനീങ്ങൾ? അല്ലദീന യുഖീമൂന സ്വലാത്ത, അവർ സ്വലാത്ത് നിർവഹിക്കുന്നവരാണ്. യുഅ്തൂന സക്കാത്ത, അവര് അവരുടെ സമ്പത്തിൽ നിന്ന് അവകാശികൾക്ക് അതിന്റെ വിഹിതം പങ്കുവെച്ചു നൽകുന്നവരാണ്. അവരുടെ ഔദാര്യമായിട്ടല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമായി നൽകുന്നവരാണ്. തന്നെയുമല്ല, അവര് ആഖിറത്തിൽ രൂഢമൂലമായി വിശ്വസിക്കുന്നവരാണ്. മനുഷ്യര് അവര് നൽകിയ സംഭാവനകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മളുള്ളത്. എവിടെയാണ് ഇത്രയും വലിയ കോടികൾ എങ്ങോട്ട് പോയി എന്ന് മനുഷ്യൻ ചോദിക്കുന്നു. അതിന് ഉത്തരം തേടുന്നു. അതിന് ഉത്തരമൊന്നും കിട്ടൂല. എന്തുകൊണ്ട്? അത് ഉത്തരം കർമ്മത്തിൽ ശരിയായ രൂപത്തിൽ പ്രതിഫലിക്കണമെങ്കിൽ വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ, ആഖിറത്തിൽ രൂഢമൂലമായ വിശ്വാസവും ബോധവും ഉണ്ടായിരിക്കണം. അങ്ങനത്തെവന്നെ അവന്റെ കയ്യിൽ കിട്ടുന്ന ഏതൊന്നും സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കാൻ കഴിയുള്ളൂ. നാളെ എന്റെ റബ്ബ് ഇതിനെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായി എന്നെ ചോദ്യം ചെയ്യും. എന്റെ മുമ്പിൽ എന്റെ കർമ്മപുസ്തകങ്ങൾ കൊണ്ടുവരും. ഓരോന്നിനും മറുപടി പറയേണ്ടവനാണ് ഞാൻ എന്ന ബോധമുള്ളവനെ ഈ ഭൂമിയിൽ ഏറ്റവും നല്ല നന്മ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അവനോട് ആരും പറയേണ്ടതൊന്നുമില്ല, അവനോടൊന്നും ചോദിക്കേണ്ടി വരുമൊന്നുമില്ല. അവനത് ചെയ്തിരിക്കും. അതാണ് ആഖിറം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, ഒന്നിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഒരു ബോധം ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി പ്രവാചകന്മാർ ഒന്നിന് പിറകെ ഒന്നായി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ആഖിറത്തെ ഏറ്റവും അടിസ്ഥാന വിഷയമായി പറഞ്ഞു പോയത് അതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് പറയാനൊന്നും പ്രവാചകന്മാര് ഭൂമിയിൽ വന്നിട്ടില്ല. അള്ളാഹു ഉണ്ട് എന്നുള്ളത്, ഈ പ്രപഞ്ചത്തിൽ നാഥനുണ്ട് എന്നുള്ളത്, അത് മനുഷ്യന്റെ ഫിത്രിയായ ബോധമാണ്, അവന്റെ പ്രകൃതത്വമായ ബോധമാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു നാഥനുണ്ട് എന്നുള്ളത് അന്ന് എത്ര നിഷേധിച്ചിട്ടും കാര്യമൊന്നുമില്ല. മനുഷ്യന് എത്ര നിഷേധിച്ചാലും അവൻ അറിയാതെ പറഞ്ഞു പോകും. ആ നാഥനെ അവന്റെ ഉള്ളറിഞ്ഞുകൊണ്ട് ഇഅ്തിറാഫ് ചെയ്തുകൊണ്ടേയിരിക്കും, മനുഷ്യന് ഏറ്റു സമ്മതിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഉണ്ടെന്ന് പറയുന്ന ഭൂരിപക്ഷ മനുഷ്യനെ മൂന്നായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് അവന്റെ ജീവിത ഇടങ്ങളിൽ. മനുഷ്യൻ എന്നുള്ള നിലക്ക് അവൻ അവന്റെ സൃഷ്ടാവിനെ അംഗീകരിക്കുകയും എന്നാൽ പ്രവൃത്തി പദങ്ങളിൽ അവൻ മൂന്നായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒന്ന്, ഉണ്ടെന്ന് പറയുന്നവര്,
മറ്റൊന്ന് ഉണ്ടെന്ന് പറയുന്നതിനോടൊപ്പം ആ നാഥനെ സൂക്ഷ്മമായി കീഴ്പ്പെട്ട് ജീവിക്കുന്നവര്. മറ്റൊരു കൂട്ടര് ഉള്ളു പറയുമ്പോഴും ഉള്ള ആ സത്യത്തെ സമ്മതിക്കുമ്പോഴും നാവ് കൊണ്ട് ഇല്ലെന്ന് പറഞ്ഞ് അവന്റെ ഇച്ഛാ പൂർത്തീകരണത്തിന് വേണ്ടി തിന്മയുടെ വഴി തേടുന്നവര്. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ആളുകളാണ് മനുഷ്യരില് അവരുടെ കർമ്മതലങ്ങളിലുള്ളത്. മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാവരും അവന്റെ നാഥനെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അവരിൽ പിന്നീട് മൂന്ന് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് ആ നാഥനോടുള്ള ബന്ധങ്ങൾ പുലർത്തുന്ന വിഷയത്തിൽ മനുഷ്യൻ മാറുന്നു. ഒന്ന് ഉണ്ടെന്ന് പറയുന്നു, അതിനപ്പുറം മറ്റു പല വസ്തുക്കളെ, അള്ളാഹുവിന്റെ അളവത്ത്, ആ സൃഷ്ടാവിന്റെ ഗാംഭീര്യം, അവന്റെ കുതിരത്ത്, അവന്റെ തെതുബീർ ഇതൊന്നും ബോധ്യപ്പെടാതെ പോകുമ്പോൾ അവന് സമന്മാരെ സൃഷ്ടിക്കുന്നു. മറ്റൊന്ന് ഉണ്ടെന്ന് പറയുന്ന സത്യത്തിന്റെ അളമത്ത് ബോധ്യപ്പെട്ടുകൊണ്ട് ആ സത്യത്തിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം. മറ്റൊന്ന് ഉള്ള് അതിനെങ്ങനെ എടുത്തു പറയുമ്പോഴും ഇഅ്തിറാഫ് ചെയ്യുമ്പോഴും ഏറ്റു സമ്മതിക്കുമ്പോഴും അവന്റെ ഇച്ഛാപൂർണതയ്ക്ക് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി നന്മയുടെ മുഴുവൻ വാതിലുകളും കൊട്ടിയടക്കാൻ ശ്രമിച്ച് തിന്മയുടെ എല്ലാ വഴികളും സ്വീകരിക്കുന്ന ആളുകൾ. കളവ് പറഞ്ഞും ചതിച്ചും വഞ്ചിച്ചും വായ കൊണ്ട് മനോഹരമായ വാക്കുകൾ പറയും, തിരിഞ്ഞു കഴിഞ്ഞ് കർമ്മങ്ങളെ കൊണ്ട് ഏറ്റവും വൃത്തിഹീനമായ പ്രവർത്തികൾ ചെയ്യും അത്തരം ആളുകൾ. അപ്പം അമ്പിയാക്കന്മാര് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ യൗമുൽ ഖിയാമയെ കുറിച്ച് പറഞ്ഞുപോയി, അന്ത്യനാളിനെ കുറിച്ച് അവർ പറഞ്ഞു. അത് ബോധ്യപ്പെടാത്തൊരു ലോകം കാട്ടാളന്മാരായിരിക്കും. കുറച്ച് ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് എന്ത് പറഞ്ഞാലും, എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കറിയാം ഇവർ ഈ കുറ്റങ്ങളൊന്നും ചെയ്യുന്നവരല്ല, നന്നായിട്ടറിയാം. കളവ് പറയുന്നത് അത് പാപമാണെന്ന് രാവും പകലും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഏകേശ്വര വിശ്വാസികൾ എന്ന് പറയുന്നവർ. മദ്യപിക്കരുത് എന്ന്, അത് നിഷിദ്ധമാണ് എന്ന് നിരന്തരം പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരാണ് അവര്. വ്യഭിചരിക്കരുത് എന്ന് പറയുന്നവരാണ്, അയൽക്കാരനെ ആക്രമിക്കരുത് എന്ന് പറയുന്നവരാണ്, അസൂയ പുലർത്തരുത് എന്ന് പഠിക്കുകയും അത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുമാണ്. മനുഷ്യനെ അന്യായമായി വധിക്കരുത് എന്ന് നിരന്തരം പഠിക്കുന്നവരാണ്, അവനെ ആക്രമിക്കരുത് എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഭൂമിയിൽ നിങ്ങൾ എപ്പോഴും ശാന്തിക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും നിലകൊള്ളണമെന്ന് നിരന്തരം വായിക്കുകയും അത് പഠിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹു കാരുണ്യമാണ്, അള്ളാഹു കാരുണ്യത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അവൻ സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് മനുഷ്യരെ വിളിക്കുന്നവനാണ് എന്ന് നിരന്തരം പഠിക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ ഈ പറയുന്നത് ഒന്നും തന്നെ അവന്റെ ജീവിതവുമായി ബന്ധമില്ല, ഒരിക്കലുമില്ല. അത് ഇതിനെതിരായി അവരുടെ മുകളിൽ ഈ പാപഭാരങ്ങളെ കെട്ടിവെക്കുന്നവന് അവൻ്റെതായിരിക്കുന്ന ചില ലക്ഷ്യങ്ങളും അവൻ്റെതായിരിക്കുന്ന ചില അജണ്ടകളും ഉണ്ട്. ആ അജണ്ടകൾക്ക് വഴിയൊരുക്കുന്ന രൂപത്തിൽ ഈ സമൂഹം മാറിപ്പോയി എന്നുള്ളത് മാത്രമേ അപകടമുള്ളൂ. രണ്ട് വ്യക്തികളെ ഒരിടത്ത് പിടിക്കപ്പെട്ടപ്പോൾ ഒരു സമൂഹം കാണിച്ച അവരുടെ ഐക്യബോധമുണ്ട്. ആകാശവും ഭൂമിയും തമ്മിലുള്ള വിശ്വാസപരമായ അകൽച്ചയുണ്ട് അവർക്കിടയിൽ. പരസ്പരം കണ്ടാൽ മുണ്ടാത്ത വിഭാഗങ്ങളുണ്ട്. ഒരു കബറിടങ്ങളിൽ, ഒരു സെമിത്തേരിയിൽ മറവ് ചെയ്യാൻ അവസരം നൽകാത്ത വിഭാഗങ്ങളുണ്ട് അവർക്കിടയിൽ. അവര് ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും നന്നായി അവര് അനുമോദിക്കുകയും അതിന്റെ മഹത്വങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ആ വ്യക്തികളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരുമ എന്നുള്ളത്, ഐക്യം എന്നുള്ളത് ആ സമൂഹത്തിന് നൽകുന്ന പ്രതീക്ഷയും അതുപോലെ തന്നെ ആ വ്യക്തികളിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസവും ചെറുതൊന്നുമല്ല. എന്നാൽ ആരെങ്കിലും എവിടെയെങ്കിലും അന്യായമായി പീഡിപ്പിക്കപ്പെട്ടാൽ എത്രയോ ആളുകൾ ഒരു സമൂഹത്തിന്റെ ഐക്യമില്ലായ്മ കൊണ്ട് എത്രയോ ആളുകൾ ജയിലറക്കുള്ളിലുണ്ട്. തിന്മ ചെയ്തവനെ ന്യായീകരിക്കാൻ പഠിപ്പിക്കാത്തൊരു ധർമ്മധാരയാണ് പ്രവാചകന്മാരുടെ ധാര. എന്നാൽ അന്യായങ്ങളോട് ഒരിക്കലും സമരസപ്പെടാത്ത മനസ്സും വീര്യവും പേറാൻ
അവർ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അത് പഠിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഈ ഛിദ്രത മൂലം എത്രയെത്ര ആളുകളാണ് പീഡിപ്പിക്കപ്പെടുന്നത്. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ പോലും ആരുമില്ല. എല്ലാവർക്കും കൊട്ടാൻ പറ്റിയ ഒരു ചെണ്ടയായി ഈ സമൂഹം ഇവരുടെ ഈ ഐക്യബോധമില്ലായ്മ കൊണ്ട് മാത്രം ആഹ് ആഹ് ആ ഒരു രൂപത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു ഈ സമൂഹം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ ആഖിറത്തിൽ ബോധല്ല എന്നുള്ളത് അത് ഏതെങ്കിലും ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് മാത്രം പറയേണ്ടതല്ല. നമുക്ക് തന്നെയും അത് ഇല്ല. ഇപ്പൊ സ്വലാത്തും സക്കാത്തും അതിന്റെ ഇടയിൽ അങ്ങ് പറഞ്ഞു പോയിന്നുള്ളൂ. അത് തന്നെ നന്നായിട്ട് പ്രയോഗവൽക്കരിക്കണമെങ്കിൽ യൗമുൽ ഖിയാമ എന്ന് പറയുന്നത് അത് രൂഢമൂലമായ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാലേ അതും ഒരു ഇഹ്സാന്റെ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുള്ളൂ. ഇതിന്റെ സാമൂഹിക പാഠങ്ങളെ ചർച്ച ചെയ്യേണ്ടതുണ്ട് കേട്ടോ. സ്വലാത്തിന്റെയും സക്കാത്തിന്റെയും ഈ ആയത്ത് ചർച്ച ചെയ്യുന്നിടത്ത് ഇമാം ഷഹറാബി ഇതിലും പറഞ്ഞു പോകുന്നുണ്ട്. സക്കാത്ത് സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രതിബദ്ധത, അത് സൃഷ്ടിക്കുന്ന നല്ലൊരു സമൂഹത്തിന്റെ ചിത്രം, സ്വലാത്ത് ഉണ്ടാക്കുന്ന നല്ല ഒരു സൊസൈറ്റി, ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആഖിറത്തിനെ കുറിച്ചുള്ള നല്ല ബോധം ഉണ്ടായിരിക്കണം. അപ്പോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് സ്വലാത്തിനെ നിലനിർത്തുന്നവരാണ്, അവര് സക്കാത്ത് കൊടുക്കുന്നവരാണ്, അള്ളാഹു നൽകിയ സമയത്തിന്റെ മൂല്യം അറിഞ്ഞ് ആ മൂല്യത്തിനനുസരിച്ച് ആ മൂല്യം വിറ്റ് കിട്ടുന്ന കാശിനെ പടച്ചോന് തന്നെ തിരിച്ചു കൊടുക്കുന്നവരാണ്, അവര് ആഖിറത്തില് രൂഢമൂലമായി വിശ്വാസം അർപ്പിക്കുന്നവരാണ്.